ഗുരുവായൂരിൽ അധികാരികൾ ഹൈക്കോടതി ഉത്തരവ് പൂർണ്ണമായും നടപ്പിലാക്കുന്നില്ല. ദേവസ്വം ഭൂമിയിലേക്ക് ഇറക്കിവെച്ച് കച്ചവടം ചെയ്ത വ്യാപാരികളുടെ കയ്യേറ്റങ്ങൾ മാത്രം പൊളിച്ചു നീക്കി. എന്നാൽ ഉത്തരവിൽ അനധികൃതമായി ലൈസൻസ് ഇല്ലാത്തവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ കച്ചവടം ക്ഷേത്രനടയിൽ തകൃതിയായി നടക്കുന്നുമുണ്ട്. അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ നടത്തിവരുന്ന ഇത്തരം സ്ഥാപനങ്ങൾ അധികൃതർ പൊളിച്ചു നീക്കുന്നില്ല. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൾ ഹമീദ പറഞ്ഞു. ഗുരുവായൂരിലെ അനധികൃത വ്യാപാര സ്ഥാപനങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഒരു ഭക്തൻ വീണ്ടും കോടതിയെ സമീപിക്കുകയും എത്രയും പെട്ടെന്ന് അനധികൃത വ്യാപാര സ്ഥാപനങ്ങൾ നീക്കം ചെയ്യണമെന്ന് മുനിസിപ്പൽ അധികൃതർക്കും ദേവസ്വം അധികൃതർക്കും കോടതി നിർദ്ദേശം നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ദേവസ്വം അധികൃതർ ദേവസ്വം ഭൂമിയിലുള്ള അനധികൃത വ്യാപാര സ്ഥാപനങ്ങൾ നീക്കം ചെയ്യുകയുണ്ടായി. പക്ഷേ മുനിസിപ്പൽ അധികൃതർ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. ന്യായമായ രീതിയിൽ ലൈസൻസ് എടുത്ത് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള അനധികൃത വ്യാപാരശാലകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ നീക്കം ചെയ്യപ്പെടേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. പലപ്പോഴും അധികാരികൾ ഇതിന് പല കാരണങ്ങൾ കൊണ്ട് കണ്ണടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഭക്തരും വ്യാപാരികളും സംഘടനകളും ഒക്കെ തന്നെ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത്. ഇത് തികച്ചും വിഷമകരമായ ഒരവസ്ഥയാണ്. കാരണം ഒരു കോടതി വിധി നടപ്പായില്ല എന്ന് പറഞ്ഞ് വീണ്ടും അതേ ആളുകൾ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വലിയ അനാസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ദേവസ്വം നീക്കം ചെയ്ത പല വ്യാപാരശാലകളും ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലും മുനിസിപ്പൽ സ്ഥലങ്ങളിലുമൊക്കെ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ കോടതി വിധിയിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തോ മുനിസിപ്പൽ സ്ഥലത്തോ ദേവസ്വം സ്ഥലത്തോ എവിടെയായാലും ലൈസൻസ് ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗൗരവപരമായിട്ടുള്ള ഒരു സമീപനം ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്തിറങ്ങേണ്ടി വരും. അതിന്റെ ആവശ്യം ഉണ്ടാക്കരുത് എന്നാണ് ഈ തരുണത്തിൽ എനിക്ക് പറയാനുള്ളത്. ദേവസ്വം ചെയ്ത നടപടി അത് പൂർത്തീകരിക്കാൻ മുനിസിപ്പൽ അധികൃതർ എത്രയും പെട്ടെന്ന് അവരുടെ പ്രവർത്തനം ആ മേഖലയിലേക്ക് ശ്രദ്ധിക്കണം, കേന്ദ്രീകരിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ കച്ചവടം നടത്തുന്നതിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നും എതിരാണ്. എല്ലാ നിയമങ്ങളും പാലിച്ച് കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ അനധികൃത കച്ചവടം നടത്തുന്നവർ എന്നും ഭീഷണിയാണ്. ഗുരുവായൂരിലെ ക്ഷേത്രനടയിലെ സംഭവത്തിൽ അധികൃതർ ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ല. ഇവർക്കെതിരെ അധികൃതർ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ നടപടികൾ എടുക്കുമെന്നും ശ്രീ അബ്ദുൾ ഹമീദ് അറിയിച്ചു.